ഹായ് എവരി വൺ. സോ ഇതുവരെ നമ്മുടെ C++ൻ്റെ ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൻ്റെ ബേസിക് ഡെഫിനിഷനും ക്ലാസ് നമ്മളെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, മെമ്പർ ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു, ഒബ്ജക്റ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു, ഒരു പ്രൈവറ്റ് മെമ്പർ ഫംഗ്ഷൻ എന്താണ്, ഒരു ഇൻലൈൻ ഫംഗ്ഷൻ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നോക്കിയത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് അറേസ് ഓഫ് ഓബ്ജക്ട്സ്, പിന്നെ array within a class, next objects as function argument. ഓക്കെ, അങ്ങനെ 3 ടോപ്പിക്സാണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത്. എന്താണ് ഒരു അറേസ് ഓഫ് ഒബ്ജക്റ്റ്, എന്താണ് ഒരു അറേ വിത്തിൻ എ ക്ലാസ്, ആൻഡ് മൂന്നാമതായിട്ട് ഒബ്ജക്ട്സ് ആസ് ഫങ്ഷൻ ആർഗ്യുമെൻറ്റ്. അതായത് അറേസ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താ, നമ്മളിപ്പോൾ ഒബ്ജക്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ അറിയാം, ഹൗ ടു ഡിഫൈൻ ആൻ ഒബ്ജക്റ്റ്, എങ്ങനെ ഹൗ ടു ആക്സസ് ദ ഒബ്ജക്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് അറേ ഓഫ് എലമെൻറ്റ്സ്, അത് അറേ ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്നാണ് അറേസ് ഓഫ് ഒബ്ജക്റ്റിൽ പറയുന്നത്. അടുത്ത അറേ വിത്തിൻ എ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൻ്റെ മെമ്പറായിട്ട് നമ്മൾ അറേ എങ്ങനെ കൊടുക്കുന്നു. ഇനി മൂന്നാമത്തത് ഒബ്ജക്റ്റ് ആസ് ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്, അതായത് ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റിൽ നമ്മൾ വാല്യൂസ് പാസ് ചെയ്യുമ്പം അത് ഒബ്ജക്റ്റ് ടൈപ്പായിട്ട് നമ്മൾ, അതായത് ടൈപ്പ് ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ഒബ്ജക്റ്റായിട്ട് നമുക്ക് എങ്ങനെ പാസ് ചെയ്യാം. അങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റത്തെ അറേസ് വിത്തിൻ എ ക്ലാസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് ഒരു അറേ എന്ന് പറഞ്ഞാൽ. എന്താ അറേ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ C++ പ്രോഗ്രാമിൽ അറേസ് എന്ന് വെച്ചിട്ടുണ്ടാവും. എന്താ അറേ എന്ന് പറയുന്നത്? അല്ല, നിങ്ങൾ ഡാറ്റ സ്ട്രക്ചറിൽ ഇപ്പോൾ അറേ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അറേ എന്ന് പറയുന്നത് ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. അറേയിൽ നമ്മൾ എലമെൻ്റൊക്കെ ഇൻസേർട്ട് ചെയ്യുന്നത് ഒരു സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കും. അതായത് സിമിലർ ടൈപ്പ് ഓഫ് എലമെൻറ്റ്സ് ഒക്കെ ഗ്രൂപ്പ് ചെയ്തിട്ട് ഒരു ഡാറ്റ സ്ട്രക്ചറിൽ സ്റ്റോർ ചെയ്യുന്നതിനാണ് നമ്മൾ അറേ എന്ന് പറയുന്നത്. അറേയെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇതുപോലുള്ള ഒരു സിമ്പിൾ വെച്ചിട്ടാണ്. എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇപ്പോൾ സാധാരണ നമ്മളൊരു സിമ്പിൾ ഒരു അറേ ഇൻറ്റ് എ എന്ന് പറയുന്നത്, ഇൻറ്റ് എ എന്ന് പറയുമ്പോൾ എന്താ, ഇതൊരു ഇൻറ്റിജർ വേരിയബിൾ എന്നല്ല ഇൻറ്റ് എൻ്റെ മീനിങ്. ഇനി ഇതിന് പകരം നമ്മൾ ഇൻറ്റ് എ ഓഫ് 10 എന്ന് കൊടുക്കുകയാണെങ്കിലോ ഇതിൻ്റെ മീനിങ് എന്താ? ഈ ഒരു സബ്സ്ക്രിപ്റ്റ്, ഈ ഒരു നൊട്ടേഷൻ കാണുമ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതെന്ന് പറയുന്നത് ഒരു അറേ ആണ്. അറേ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഏതൊക്കെയോ ഒരു സിമിലർ എലമെൻസിനെ നമ്മൾ എയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക എന്നുള്ള ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഈ എ ഓഫ് 10 എന്ന് പറയുന്നത് 10 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറാണ് എന്ത് അറേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക്കായിട്ട് അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ അറേസ് വിത്തിൻ എ ക്ലാസ്. അതായത് നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ഡാറ്റ മെമ്പേഴ്സിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ മെമ്പേഴ്സിനെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ക്ലാസ് മെമ്പറായിട്ട് നമ്മൾ അറേസിനെ നമ്മൾ എങ്ങനെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നു, അതിനാണ് എന്ത് പറയുന്നത്, അറേസ് വിത്തിൻ എ ക്ലാസ്. ഓക്കെ, ദാറ്റ് ഈസ് ഇൻ C++ we can have arrays as data member of a class. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ മെമ്പേഴ്സായിട്ട് അറേയെ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അതിനാണ് അറേസ് വിത്തിൻ എ ക്ലാസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കൂ, ഒരു ക്ലാസ്സിൻ്റെ #stream.h നമ്മൾ പ്രോഗ്രാം എഴുതി തുടങ്ങുകയാണ്. ക്ലാസ് അറേ ഡെമോ എന്ന് പറയുന്ന ഒരു ക്ലാസ്, അറേ ഡെമോ. ഇതിൽ ഇൻറ്റ് എ ഓഫ് 6 എന്ന് കൊടുത്താൽ ഇതിൻ്റെ മീനിങ് എന്താ, ഈ ഒരു ക്ലാസ്സിൻ്റെ ഡാറ്റ മെമ്പറാണ് അറേ ഓഫ് 6 എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു അറേ ആണ്. ഇറ്റ്സ് ആൻ അറേ. എന്ത് ടൈപ്പ് ഓഫ് അറേയാ? അറേ ഓഫ് ഇൻറ്റിജർ ടൈപ്പ്. ഒരു ഇൻറ്റിജർ ടൈപ്പ് അറേ ആണ്. that can store എത്ര എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും? 6 എലമെൻറ്റ്സ് അല്ലേ. 6 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻറ്റിജർ ടൈപ്പ് അറേ ആണ് ഈ കാണുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്ന അറേയിൽ? ഇങ്ങനെ ഇപ്പോൾ 1 2 3 4 5 6 ഇങ്ങനെയാണെങ്കിൽ, ഇപ്പോൾ ഇത് 0 0 1
2 3 4 5 വരെ അല്ലേ. ഇവിടെ നമുക്കൊരു ഇൻറ്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യാം. ഇവിടെ ഒരു 5 ഇവിടെ ഒരു 10 അങ്ങനെ എന്തെങ്കിലും ഇൻറ്റിജർ ടൈപ്പ് ഓഫ് ഡാറ്റ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ സീക്വൻഷ്യലി സ്റ്റോർ ചെയ്യുന്നതാണ് നമ്മൾ അറേ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധാരണ നമ്മളൊരു ഫ്ലോട്ട് വാല്യൂ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് വെച്ചിട്ടോ ക്യാരക്ടർ വെച്ചിട്ടോ ഒക്കെ നമ്മൾ ഒരുപാട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഒരു ക്ലാസ്സിൻ്റെ മെമ്പറായിട്ട് ആരെയും കൂടി കൊടുക്കാമെന്ന് പറയുന്നത് അറേസിനെയും കൂടി കൊടുക്കാം. അതിനാണ് അറേ ഓഫ് എന്താ പറയുന്നത്, അറേ വിത്തിൻ എ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രോഗ്രാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരണോ? ഒന്നുമില്ല, നമ്മളെന്ത് ചെയ്തു, ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്തു. ആ ക്ലാസ്സിൻ്റെ ഒരു എലമെൻ്റായിട്ട് അറേ കൊടുത്തു ഇൻ പ്രൈവറ്റ് സെക്ഷൻ. അതൊരു പബ്ലിക് സെക്ഷനിൽ നമ്മൾ വേർഡ് ഗെറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു. അവിടെ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ലേ? ഡിഫൈൻ ചെയ്യുമ്പോൾ സ്കോപ്പ് റെസൊല്യൂഷൻ വേണോ വേണ്ട, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ആ ഗെറ്റ്സ് ഓഫ് ഫംഗ്ഷനിൽ നമ്മൾ സി ഔട്ട് എന്തായിരുന്നു, നമുക്ക് എന്തെങ്കിലും വാല്യൂ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് സി ഔട്ട് എൻ്റർ 6 നമ്പേഴ്സ് ഇൻ ദ അറേ എന്ന് കൊടുത്ത്. അതായത് പ്രിൻ്റ് എഫ് എൻ്റർ 6 നമ്പേഴ്സ് കൊടുക്കുന്നതിന് ഈക്വലൻ്റ് ആണ് ഈ സി ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റർ 6 നമ്പേഴ്സ് ഇൻ ദ അറേ എന്നൊരു മെസ്സേജ് കൊടുത്തു. ഈ എൻ ഡി എൽ എന്ന് പറയുന്നത് നമ്മൾ /n കൊടുക്കില്ലേ, /n കൊടുക്കുന്ന എന്തിനാണ്, പുതിയ ലൈനിലേക്ക് വരാൻ. അതുപോലെ ഒരു പുതിയ ലൈനിലേക്ക് ഡാറ്റ, അതായത് നമ്മൾ കൊടുക്കുന്നത് അടുത്ത ഒരു ലൈൻ ബൈ ലൈനായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ENDL എന്ന് പറയുന്ന ഒരു കമാൻഡ് കൊടുക്കുന്നത്. അടുത്ത് നമ്മളൊരു ഫോർ ലൂപ്പ് കൊടുത്തു. 4 × i = 0, i <6, i++. ഈ ഒരു ലൂപ്പ് എന്തിനാണ് കൊടുക്കുന്നത്, റീഡിങ്ങിന് വേണ്ടിയിട്ട്. അതായത് നമ്മൾ C(a)(i) എന്ന് പറയുമ്പോൾ നമുക്ക് 6 നമ്പറാണ് നമുക്ക് അറയിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ i = 0 to 6 എന്ന് പറയുമ്പോൾ 0 തൊട്ട് 5 വരെ ഓരോന്നും റീഡ് ചെയ്ത് എന്തും C(in) കോൾ ചെയ്യുമ്പം A(i)ൽ വാല്യൂ ഇങ്ങനെ വന്ന് സ്റ്റോർ ചെയ്യും. അതായത് 1 2 3 അങ്ങനെ നമ്മളൊരു 6 വരെയാണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടെങ്കിൽ ആ 6 ഇൻപുട്ടും ഈ അറയിൽ വന്നിട്ട് സ്റ്റോർ ആവും. ഓക്കെ, എന്നിട്ട് അങ്ങനെ ഒരു ഫംഗ്ഷൻ, അതായത് നമ്മൾ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫംഗ്ഷൻ കൊടുത്തു. അതിൻ്റെ പേരാണ് ഗെറ്റസ്. നമ്മളിപ്പോൾ ഇത് സിയിൽ ചെയ്യുന്ന സെയിം തന്നെ. എന്താ ഡിഫറൻസ് വരുന്നതെന്ന് വെച്ചാൽ പ്രിൻ്റ്-എഫിന് വരെ നമ്മളിവിടെ സി ഔട്ട് കൊടുക്കുന്നു, സ്കാൻ-എഫിന് വരെ നമ്മൾ സീന് കൊടുക്കുന്നു. അല്ലാണ്ട് ഇതിൽ നമ്മൾ റീഡിങ് കാര്യങ്ങളും ഫോർ ലൂപ്പ് കൊടുക്കുന്നതൊക്കെ സെയിം തന്നെ. ഇനി ഇവിടെ നമ്മൾ ഫോർ ലൂപ്പ് കൊടുക്കാൻ കാരണം എന്താ, കാരണം നമുക്ക് 6 എലമെൻറ്റ് വേണം നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ 6 എലമെൻറ്റ് റീഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, മസ്റ്റായിട്ട് അവിടെ അറേയും വേണം ഫോർ ലൂപ്പും വേണം. ഓക്കെ, ഇനി അടുത്ത ഫംഗ്ഷൻ ഷോ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, വേർഡ് ഷോ. ഇപ്പം നമ്മൾ റീഡ് ചെയ്ത എലമെൻറ്റ്സിനൊക്കെ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഷോ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. അതിൽ ചെയ്ത് നോക്കൂ, അറേ എലമെൻറ്റ്സ് ആർ ENDL /n സെമിന് ഫോർ i = 0, i <6, i++ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്കതിനെ സി ഔട്ട് ചെയ്യാം. അതായത് ഓരോ നമ്മളിപ്പോൾ കൊടുത്ത ഇൻപുട്ടിനെ 1 by 1 ആയിട്ട് ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലൂപ്പ് കൊടുക്കുന്നത്. ഇനി അതൊക്കെ കഴിഞ്ഞു, ക്ലാസ്സൊക്കെ ക്ലോസ് ചെയ്ത് സെമിക്കോളനിട്ട് വേർഡ് മെയിൻ്റെ ഉള്ളിൽ നമ്മളിനി എന്ത് ചെയ്യണം, ഈ അറേൻ്റെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ കോൾ ചെയ്യണ്ടേ. ആ ഒബ്ജക്റ്റ് കോൾ ചെയ്യുന്നതാണ് അറേ ഡെമോ OBG. ഇതാണ് അറേൻ്റെ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരല്ലോ, ഈ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ തൊട്ട് മുകളിലുള്ള ഗെറ്റസും ഡിസ്പ്ലേയും കൂടി വിളിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ല ഷോയും കൂടി വിളിച്ചാൽ മാത്രമേ എന്ത് വരുള്ളൂ, നമ്മൾ ഔട്ട്പുട്ട് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ അറേ ഡെമോ ഓഫ് ഒബ്ജക്റ്റ് OBJ എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി വരും. ഇനി OBJ.getSof എന്ന് പറയുന്ന കോൾ ചെയ്യുമ്പം കമ്പൈലർ എങ്ങോട്ടേക്കാണ് പോകുന്നത്, കമ്പൈലർ ഈ ഒരു ഗെറ്റസിലേക്ക് പോയിട്ട് ഇത്രയും എക്സിക്യൂട്ട് ചെയ്യും. ഇത്രയും എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അടുത്ത ഒബ്ജക്റ്റ് വിളിക്കുന്നു, object.showOff എന്ന് പറയുന്ന മെത്തേഡ് വിളിക്കുമ്പം എഗെയിൻ കമ്പൈലർ പോയിട്ട് ഈ ഷോൻ്റെ മെത്തേഡ് കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് ഫൈനലി എന്ത് ഔട്ട്പുട്ട് കിട്ടും, ഇതുപോലുള്ള ഒരു ഔട്ട്പുട്ടാണ് കിട്ടുക. ഓക്കെ, അതായത് ഫസ്റ്റ് നമ്മൾ 6 എലമെൻറ്റ് എൻ്റർ ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ എലമെൻറ്റ്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാൻ എന്താ ഉള്ളത്, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാറ്റ മെമ്പറായിട്ട് ഒരു വാല്യൂ, അല്ലാതെ ഒരു വേരിയബിളിനോ അല്ലെങ്കിൽ 2 വേരിയബിളിനോ അല്ലാണ്ട് നമുക്ക് ഒരു അറേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിനാണ് എന്ത് പറയുന്നത്, അറേസ് വിത്തിൻ എ ക്ലാസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്തതാണ് അറേ ഓഫ് ഒബ്ജക്ട്സ് ഇൻ C++. അറേസ് ഓഫ് ഒബ്ജക്ട്സ് ഇൻ C++ എന്ന് പറയുന്നത് എന്തായിരിക്കും, അറേസ് ഓഫ് ഒബ്ജക്റ്റ് ഇൻ C++.
അതായത് നമ്മൾ ഇതുവരെ നമ്മൾ ചെയ്ത്, അതായത് തൊട്ട് മുന്നേ അറേസിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് എന്തായിരുന്നു, അതായത് നമ്മളൊരു മെമ്പറിനെ, അതായത് ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു മെമ്പറിനെ നമ്മൾ അറേയാക്കി കൊടുത്തു. ഇനി അടുത്ത അറേസ് ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഈ തൊട്ട് മുന്നേ നമ്മൾ ഒരു ഒബ്ജക്റ്റ് കൊടുത്തില്ല, ഒബ്ജക്റ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടില്ലേ ഈ ഒരു പ്രോഗ്രാമിൽ, അതായത് ഈ OBJ എന്നൊക്കെ പറയുന്നത്, ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നതിനെ നമ്മൾ അറേൻ്റെ ഫോമിൽ എഴുതുന്നതിനാണ് പറയുക. ഇപ്പോൾ OBJ എന്ന് സിംപ്ലി എഴുതുന്നതിന് പകരം OBJ ഓഫ് I എന്നോ അല്ല OBJ ഓഫ് എന്ന് പറയുന്നത് ഒരു അറേൻ്റെ ഫോമിൽ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതിനാണ് എന്ത് പറയുന്നത്, അറേസ് ഉണ്ട് കേട്ടോ, അറേസ് ഓഫ് ഒബ്ജക്ട്സ് ഇൻ C++. ഓക്കെ, ഇത് എന്ത് ടൈപ്പ് വരുന്നത്, അറേ ഓഫ് ടൈപ്പ് ക്ലാസ് കണ്ടെയ്ൻ ദ ഒബ്ജക്ട്സ് ഓഫ് ദ ക്ലാസ് ആസ് ഇൻഡിവിജ്വൽ എലമെൻറ്റ്. Thus, an array of class type is also known as arrays of object. An array of object is declared in the same way as an array of any built-in data type. അതായത് നമ്മൾ സാധാരണ ഒബ്ജക്റ്റിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ്, ക്ലാസ് നെയിം ഒബ്ജക്റ്റ് നെയിം, അങ്ങനെയല്ലേ. ഇവിടെ നമ്മൾ അറേസ് ഓഫ് ഒബ്ജക്ട്സ് ചെയ്യുമ്പോൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നത് വെച്ചാൽ ക്ലാസ് നെയിം ഒബ്ജക്റ്റ് ഏത് ഫോമിലായിരിക്കും, അറേൻ്റെ ഫോമിൽ, ഒബ്ജക്റ്റ് ഓഫ് സൈസ്, ഒരു സൈസും കൂടി കൊടുത്താൽ എന്തോന്നു, അറേൻ്റെ ഫോമിലായി ഒബ്ജക്ട്സ്. നോക്കൂ, സിൻടാക്സ് ക്ലാസ് നെയിം അറേ നെയിം ഓഫ് സൈസ്. ആ ഒബ്ജക്റ്റിനെ നമ്മൾ അറേ നെയിം ഓഫ് സൈസിൽ ഡിക്ലെയർ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറേസ് ഓഫ് ഒബ്ജക്ട്സ് കിട്ടും. താഴെ ഒരു എക്സാമ്പിൾ ഉണ്ട്. വി ഹാവ് എ ക്ലാസ് മൈ ക്ലാസ്. അതിൽ നമ്മൾ ക്യാരേ ഓഫ് 10 എന്ന് പറയുന്ന ഒരു അറേ കൊടുത്തു. ഇതിന് നമ്മൾ അറേ വിത്തിൻ എ ക്ലാസ് എന്ന് പറയും. ഇനി നമ്മൾ വോയിഡ് മെയിനിൽ നമ്മൾ എന്നിട്ട് കുറച്ച് കോഡ് കൊടുത്തു. താഴെ നമ്മൾ വോയിഡ് മെയിനിൽ ഈ മൈ ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിന് നമ്മൾ അറേ ഓഫ് ടൈപ്പ് കൊടുക്കുകയാണെങ്കിൽ അതിനാണ് എന്താ പറയുന്നത്, അറേസ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, അറേസ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റ് സാധാരണ ഡിക്ലെയർ ചെയ്യുമ്പോൾ കൊടുക്കുന്നതിന് പകരം അറേ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മളെ ടോപ്പിക് എന്ന് പറയുന്നത് എന്തായിരുന്നു, എങ്ങനെ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ എന്താക്കാൻ പറ്റുന്ന പറയുന്നത്, ഒബ്ജക്ട്സിനെ ഒരു ഫംഗ്ഷൻ ആർഗ്യുമെൻ്റ് ആയിട്ട് എങ്ങനെ പാസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ ഒബ്ജക്റ്റിനെ നമ്മൾ അറേ ആക്കിയിട്ട് എങ്ങനെ മാറ്റുന്നു എന്ന് പറഞ്ഞു, ഒരു അറേൻ്റെ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ അറേ ആയിട്ട് എങ്ങനെ ഒരു ഡാറ്റ മെമ്പറിന് കൊടുക്കാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് ഒബ്ജക്റ്റ് ആസ് ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്. ഓക്കെ, അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ടോപ്പിക്കാണ് ഒബ്ജക്ട്സ് ആസ് ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്. ഒബ്ജക്ട്സ് ആസ് ഫംഗ്ഷൻ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് കൊടുക്കാറുണ്ട്, അല്ല പാരാമീറ്റേഴ്സ് കൊടുക്കാറുണ്ട്. ആ പാരാമീറ്റേഴ്സ് ഒന്നിൽ ഇൻറ്റ് ടൈപ്പ്, ഫ്ലോട്ട് ടൈപ്പ്, അല്ലെങ്കിൽ എന്തായിരിക്കും ഒരു ക്യാരറ്റ് ടൈപ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ ഉള്ളിലുള്ള ആർഗ്യുമെൻറ്റ്സ് വരുന്നത്. ഇതിന് പകരം നമ്മൾ ഒരു ഒബ്ജക്റ്റ് ടൈപ്പായിട്ടുള്ള ഡാറ്റ പാസ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ഒബ്ജക്ട്സ് ആസ് ഫംഗ്ഷൻ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ഒബ്ജക്റ്റിനെ ഫംഗ്ഷൻസായിട്ട് പാസ് ചെയ്യുന്നത് 2 രീതിയിലാണ്. ഒന്നിന് നമ്മൾ പാസ് ബൈ വാല്യൂ എന്നും വേറെ ഒന്നിനെ നമ്മൾ പാസ് ബൈ റെഫറൻസ് എന്നും കൂടി പറയും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്താ പാസ് ബൈ വാല്യൂ അല്ലെങ്കിൽ എന്താ പാസ് ബൈ റെഫറൻസ് എന്ന് പറഞ്ഞാൽ. What is pass by value? Pass by value എന്ന് പറയുന്നത് when a function is called, the value is passed from calling function to called function, then only a copy of the value is passed from calling function to called function. അങ്ങനെയല്ലേ, അതായത് നമ്മളൊരു ഫംഗ്ഷൻ കോൾ മേഡ് ചെയ്യുമ്പം ഒരു കോപ്പിയാണ് നമ്മൾ ആർക്ക് കൊടുക്കുന്നത്, ഒറിജിനൽ ആർഗ്യുമെൻറ്റിന് കൊടുക്കുന്നത്. അപ്പം കോപ്പി കൊടുക്കുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ ചേഞ്ചസ് വന്നാൽ അത് ഫോർമൽ ആർഗ്യുമെൻറ്റിനെ എന്ത് വരുന്നില്ല, അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പാസ് ബൈ വാല്യൂ എന്ന് പറയുന്നത് അല്ലേ. അതായത് സിൻസ് എ കോപ്പി ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് പാസ് ടു ദ ഫംഗ്ഷൻ, എനി ചേഞ്ചസ് മെയ്ഡ് ടു ദ ഒബ്ജക്ട്സ് ഇൻസൈഡ് ദ ഫംഗ്ഷൻ ഡു നോട്ട് അഫക്ട് ദ ഒബ്ജക്ട് യൂസ്ഡ് ടു കോൾ ദ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ പാസ് ബൈ വാല്യൂ എന്ന് പറയും. അങ്ങനെ ആ ഒരു മെത്തേഡ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പാസ് ബൈ റെഫറൻസ് ആണ്. പാസ് ബൈ റെഫറൻസ് മെത്തേഡിന് എന്താ ചെയ്യുന്നത്, പാസ് ബൈ റെഫറൻസിൽ ദ അഡ്രസ് ഓഫ് ദ വാല്യൂ ഈസ് പാസ്ഡ്. അപ്പോൾ അഡ്രസ്സ് പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്തായാലും എനി ചേഞ്ചസ്, എന്തെങ്കിലും ചേഞ്ചസ് നമ്മൾ ഒക്കർ ചെയ്താൽ അത് ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, പാസ് ബൈ റെഫറൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഈ 2 ടൈപ്പിലാണ് നമ്മൾ ഒരു ഒബ്ജക്ട്സിനെ ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്സിലേക്ക് പാസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്, അത് ഞാൻ നോട്ടിൽ തരാം. ഓക്കെ, താങ്ക് യു.